ഇന്ന് ഞങ്ങൾ ചെയ്ത റെസ്യൂമുകളിലൊന്നായിരുന്നു MEP ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ റെസ്യൂം. ഓൾഡ് റെസ്യൂം തന്നിരിക്കുന്നത് 10 പേജസ് ഉള്ളതായിരുന്നു. അത് കൺക്ലൂഡ് ചെയ്തിട്ട് ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടാതെ ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് 3 പേജസിൽ സെറ്റ് ചെയ്യുക എന്നതായിരുന്നു കസ്റ്റമറിൻ്റെ ആവശ്യം. അത് ഞങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ ഒരു ഫോർമാറ്റാണ് കസ്റ്റമർ ചൂസ് ചെയ്തത്. പേരിന് തൊട്ട് താഴെ തന്നെ ജോബ് ടൈറ്റിൽ മെൻഷൻ ചെയ്തു. എബൌട്ട് മീയിൽ ടോട്ടൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, ഏതൊക്കെ സോഫ്റ്റ്വെയറിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. ലിങ്ക്ഡിൻ്റെ ലിങ്ക് ആഡ് ചെയ്തു. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിന് താഴെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതെല്ലാം മെൻഷൻ ചെയ്തു. ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഹെഡിൽ ഏതൊക്കെ രജിസ്ട്രേഷൻസ് ലൈസൻസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്തു. കീ സ്കിൽസിൽ ATSൻ്റെ സ്കോർ കൂടാൻ ഉള്ള ഏതൊക്കെ സ്കിൽസ് ആഡ് ചെയ്യണോ അതെല്ലാം ഞങ്ങൾ അതിൽ മെൻഷൻ ചെയ്തു. ടെക്നിക്കൽ സ്കിൽസിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് അറിയാമെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. അഡീഷണൽ ഇൻഫോയിലാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്തത്. ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് UAE ലൈസൻസ് ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. ലാംഗ്വേജസ് ഏതൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. എക്സ്പീരിയൻസിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ 2 പോർഷനായിട്ടാണ് ഞങ്ങൾ മെൻഷൻ ചെയ്തത്. കീ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുത്തിട്ട് ഏതൊക്കെ കീ പ്രൊജക്ട്സ് ആണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം മെൻഷൻ ചെയ്തു. അതിനുശേഷം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കോമൺ ആയിട്ട് ഈ പ്രൊജക്റ്റുകളിലെല്ലാം ചെയ്തത് അത് മെൻഷൻ ചെയ്തു. വേറെ ഒരു എക്സ്പീരിയൻസ് കൂടിയുണ്ട്, 2 എക്സ്പീരിയൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അതും സെയിം ലൈക്ക് കീ പ്രൊജക്ട്സ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്തു. പിന്നെ അച്ചീവ്മെൻറ്റ്സ്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണോ ആ കാര്യങ്ങളും കൊടുത്തു. ഇതാണ് ഞങ്ങൾ ചെയ്ത ഫോർമാറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.